പ്രിയപ്പെട്ട അധ്യാപകരെ, സൈക്കോളജിയിലെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതാണ് എബ്രഹാം മാസ്ലോയുടെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം. എബ്രഹാം മാസ്ലോയുടെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. കേഡറ്റ് പരീക്ഷകളിൽ ഒരു 99% ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ഭാഗമാണിത്. അതായത് ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലയെന്ന് തന്നെ പറയാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ ക്ലാസ് ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഒരു പേപ്പറും പെന്നും എടുത്തിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് എബ്രഹാം മാസ്ലോയുടെ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. ഇനി ഇതെന്താണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എബ്രഹാം മാസ്ലോ പറയുന്നത് ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം അഥവാ സ്വത്വ സാക്ഷാത്കാരം നേടണം. ഓരോ വ്യക്തിയും അയാളുടെ കഴിവും അഭിരുചിയും അനുസരിച്ച് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വത്വ സാക്ഷാത്കാരം നേടണം എന്നാണ്. അപ്പൊ ഈ ഒരു ഇതിന്റെ കോർത്തൊന്നും നിങ്ങളോട് ചോദിക്കില്ല. അപ്പൊ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് എബ്രഹാം മാസ്ലോ പറഞ്ഞതാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തത്തെ നമ്മൾ സ്വത്വ സാക്ഷാത്കാരവൽക്കരണ സിദ്ധാന്തം എന്നും കൂടെ പറയും. അപ്പോൾ രണ്ട് രീതിയിൽ ചോദിച്ചാലും ഒന്ന് തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ആത്മയാഥാർത്ഥ്യവൽക്കരണ സിദ്ധാന്തം എന്നാൽ മനുഷ്യന്റെ വികാസപരമായിട്ടുള്ള ആവശ്യങ്ങളെ എബ്രഹാം മാസ്ലോ ശ്രേണിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ വികാസപരമായിട്ടുള്ള ആവശ്യങ്ങളെ മാസ്ലോ ഒരു ശ്രേണിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം: മനുഷ്യന്റെ വികാസപരമായിട്ടുള്ള ആവശ്യങ്ങളെ ശ്രേണിയായിട്ട് ചിത്രീകരിച്ചത് ആര്? എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളെ ശ്രേണി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യന്റെ വികാസപരമായിട്ടുള്ള ആവശ്യങ്ങളെ മാസ്ലോ ഒരു ശ്രേണിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ശ്രേണിയാണിത്. ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഷേപ്പിലും വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആവശ്യം, നമ്മൾ ഇവിടെ നിന്ന് താഴെ നിന്ന് മുകളിലോട്ടാണ് ഇത് പഠിച്ചു വരിക. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു പേപ്പറും പെന്നൊക്കെ എടുത്തിട്ട് ഇത് എഴുതി പഠിക്കുക കേട്ടോ. ഇത് നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ എന്നിട്ട് വേണം ഇത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നാമത്തെ ആവശ്യം അഥവാ പ്രാഥമികമായിട്ടുള്ള ഒരു മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ നീഡ്. ഒരു മനുഷ്യന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ നീഡ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം ഏതായിരിക്കും? ശാരീരിക ആവശ്യങ്ങൾ അല്ലേ, ഫിസിയോളജിക്കൽ നീഡ്. ഫിസിയോളജിക്കൽ നീഡിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക എന്ന് വെച്ചാൽ ശ്വസനം, അതുപോലെ തന്നെ ജലം, ആഹാരം, വിസർജ്യം, നിദ്ര, ഉറക്കം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പെടുക: ശ്വസനം, നിദ്ര, ജലം, ആഹാരം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ശാരീരിക ആവശ്യങ്ങൾ. മനുഷ്യന്റെ മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളാണ് ശാരീരിക ആവശ്യങ്ങൾ. ഇനി രണ്ടാമത്തതാണ് സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി നീഡ്. രണ്ടാമത്തതാണ് സുരക്ഷിതത്വം അഥവാ സേഫ്റ്റി നീഡ്. സുരക്ഷിതത്വത്തിൽ എന്തൊക്കെയാ പെടാന്ന് ചോദിച്ചാലോ, എന്തൊക്കെയാ വരിക? ഇപ്പൊ നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. സമ്പത്ത്, വിഭവങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യം അല്ലെ. ആരോഗ്യത്തിൽ നമുക്ക് സുരക്ഷ വേണം, വിഭവങ്ങളിൽ നമുക്ക് സുരക്ഷ വേണം, സമ്പത്തിൽ സുരക്ഷ വേണം, അതുപോലെ തന്നെ നമ്മളുടെ വീട്, കുടുംബം ഇല്ലേ, അതിൽ നമുക്ക് സുരക്ഷിതത്വം വേണം. ഇതൊക്കെയാണ് സുരക്ഷിതത്വത്തിൽ പെടുന്നത്. ഇനി അടുത്തത് സ്നേഹബന്ധങ്ങൾ. മൂന്നാമത്തതാണ് സ്നേഹബന്ധങ്ങൾ അഥവാ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. സ്നേഹബന്ധങ്ങൾ, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്. ഇതിലെന്തൊക്കെയാ വരിക? നമ്മളുടെ കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ നമ്മളുടെ സൗഹൃദ ബന്ധങ്ങൾ, അതുപോലെ തന്നെ ലൈംഗിക ബന്ധം, ഇതൊക്കെയാണ് നമ്മളുടെ സ്നേഹബന്ധങ്ങളിൽ വരിക. ഇനി നാലാമത്തതാണ് ആദരം അഥവാ സെൽഫ് എസ്റ്റീം. നാലാമത്തതാണ് ആദരം അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം. ഇതിലെന്തൊക്കെയാ വരിക? ഇതില് നമ്മൾ വരുന്നത് ബഹുമാനം, അതുപോലെ തന്നെ വിജയം, ആത്മവിശ്വാസം.
ബഹുമാനം, വിജയം, ആത്മവിശ്വാസം. അപ്പോൾ ഇതാണ് നമ്മളിലേക്ക് വരിക കേട്ടോ. ഇനി അഞ്ചാമത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ഉയർന്ന തലം. ഒരു മനുഷ്യന്റെ ഏറ്റവും ആവശ്യങ്ങളുടെ ഏറ്റവും ഉയർന്ന തലമാണെന്ത്? ആത്മ യാഥാർത്ഥ്യവൽക്കരണം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ. ഏറ്റവും ഉയർന്ന തലമാണ് ഇത്. അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന തലം ഏതാണ്? ആത്മ യാഥാർത്ഥ്യവൽക്കരണം അല്ലെങ്കിൽ സ്വത്വ സാക്ഷാത്കാരം. ഇത് രണ്ടും വരും. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് വന്നാലും ഇതൊന്നാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ. ഇനി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ വരിക. അപ്പൊ ഇനി ആത്മയാഥാർത്ഥ്യവൽക്കരണത്തിൽ എന്തൊക്കെയാ വരിക എന്നുള്ളത് നമുക്കൊന്ന് പറയാം. ആത്മയാഥാർത്ഥ്യവൽക്കരണത്തിൽ എന്തൊക്കെയാ വരിക? ധാർമ്മികത, സർഗശക്തി, പ്രശ്നപരിഹരണം, വിവേകം. ഒരിക്കൽ കൂടി പറയാം. ഏറ്റവും ഉയർന്ന തലമാണ് ആത്മയാഥാർത്ഥ്യവൽക്കരണം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് എന്താണ്? ധാർമ്മികത, സർഗശക്തി, വിവേകം, പ്രശ്നപരിഹരണം. അപ്പോൾ ഈ ശ്രേണി പഠിച്ചല്ലോ. ഇത് എന്തൊക്കെയാണ് ഇതിൽ വരിക എന്നുള്ളതൊന്നും നമ്മുടെ എക്സാമിന് ചോദിക്കില്ല. എന്തൊക്കെയാണ് ഇതിൽ വരിക എന്നുള്ളത് ചോദിക്കില്ല. പക്ഷേ ഈ ആവശ്യങ്ങളുടെ ശ്രേണി 5 ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് കേട്ടോ. അല്ലാണ്ട് ഇതിൽ എന്തൊക്കെയാ വരിക എന്നുള്ളത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ശ്രേണിയാണ്. ഈ ശ്രേണിയുടെ ഓർഡർ വളരെ കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയാം. ഒന്നാമത്തേത് വരുന്നത് എന്താണ്? ശാരീരിക ആവശ്യങ്ങൾ. ശാരീരിക ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിയോളജിക്കൽ നീഡ്, ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരാം. മാസ്ലോയുടെ ശ്രേണിയിൽ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് ശാരീരിക ആവശ്യങ്ങളാണ്. ഇനി രണ്ടാമത്തേത് എന്ന് പറയുന്നത് സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആവശ്യങ്ങളാണ്. മൂന്നാമത്തേത് സ്നേഹബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നാലാമത്തേത് ആദരമാണ്. അഞ്ചാമത്തേത് ആത്മ യാഥാർത്ഥ്യവൽക്കരണമാണ്. അപ്പൊ ഈ ശ്രേണി നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ശ്രേണിയാണ് ചോദിക്കാറ്. ഈ 5 കാര്യങ്ങളാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉൾപ്പെടുക എന്നുള്ളതൊന്നും നമ്മളോട് ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കാം. ഇപ്പൊ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെ വരാം. ഇപ്പോൾ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രാഥമികമായിട്ടുള്ള ആവശ്യം ഏതാണ്? അത് ശാരീരിക ആവശ്യമാണ്. ഏറ്റവും ഉയർന്ന തലം ഏതാണ്? അത് ആത്മയാഥാർത്ഥ്യവൽക്കരണമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇടയിലൊക്കെ ചോദിക്കാം. ഇപ്പോൾ ആദരത്തിൻ്റെയും അതുപോലെ തന്നെ സുരക്ഷിതത്വത്തിൻ്റെയും ഇടയിലുള്ള ആവശ്യം എന്താണ്? അങ്ങനെ ചോദ്യം വരാം. അതുപോലെ തന്നെ സ്നേഹബന്ധങ്ങളുടെയും ശാരീരിക ആവശ്യങ്ങളുടെയും ഇടയിലുള്ള ആവശ്യം എന്താണ്? ഈ രീതിയിലൊക്കെയാണ് ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ് കേട്ടോ. പഠിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള കാര്യം കൂടിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഞാൻ ഇടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലൊന്ന് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ അടുത്ത മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.